വെച്ചിരുന്നാൽ മതി. നിങ്ങൾ അവിടെ ചെന്ന് അദ്ദേഹത്തെ കാണുമ്പോൾ എടുത്ത് കൊടുത്താൽ മതി. തിരിച്ച് അത് കൊടുത്തു കഴിയുമ്പോഴോ നിങ്ങൾക്ക് മിഠായി വാങ്ങിക്കാൻ 10 രൂപ അല്ലെ 15 രൂപ അല്ലെ 50 രൂപ തരാമെന്ന് പറയുമ്പോ നമ്മളിൽ പലരും, നമ്മുടെ കുഞ്ഞു മക്കൾ കേൾക്കാനാണ് ഈ പറയുന്നത്, പലരും അതിൽ അല്ലാതെ ആകൃഷ്ടരാണ്. ഇന്നത്തെ നമുക്ക് മിഠായി മേടിക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ സാധിക്കാനായി ഒരു 50 രൂപ കൈ കിട്ടുക എന്ന് പറയുന്നത് വലിയ സന്തോഷമുള്ള കാര്യം അല്ലേ? അതിന് വേണ്ടി പക്ഷെ അതൊരു വലിയ ആപത്തിന് തുടക്കമാണ്. കാര്യം കുറച്ചു നാൾ ഇങ്ങനെ നിങ്ങളെ കൊണ്ട് ഇങ്ങനെ സാധനങ്ങൾ അങ്ങോട്ട് കൊടുത്തു. ഇതൊക്കെ വേറെ കുഴപ്പമുണ്ട്. ആ സാധനങ്ങളുമായി നിങ്ങൾ പോകുന്ന അവസരത്തിൽ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലെയോ പോലീസിന്റെയോ ആരെങ്കിലും നിങ്ങളെ പിടിച്ചാൽ, നിങ്ങളുടെ കയ്യിൽ നിന്ന് ആ മയക്കുമരുന്ന് നിങ്ങൾക്ക് ആരെങ്കിലും വിളിച്ചു പറഞ്ഞ് നിങ്ങളെ പിടിച്ചാൽ എന്താ സംഭവിക്കും? പിടിച്ചാലെന്താ സംഭവിക്കും? നിങ്ങളും അതിന്റെ ഭാഗമായി കേസിൽ പഴക്കമായി കേസിൽ പ്രതിയായി ഇപ്പൊ മാറുകയാണ്. രാജ്യത്തായി നിങ്ങൾ നാട്ടുകാരാകെ നിങ്ങളെ കുറിച്ച് പിന്നീട് വിചാരിക്കുന്നത് എന്താണ്? നിങ്ങൾ വലിയ കുഴപ്പക്കാരാണ്. 14ാമത്തെ വയസ്സിലെ 12ാമത്തെ വയസ്സിലെ കുഴപ്പത്തിലേക്ക് ചെന്ന് ചാടിയ വലിയ കുഴപ്പക്കാരായ കുട്ടികളാണ് എന്നായിരിക്കും ധരിക്കുക. ഇത്തരത്തിൽ നമ്മുടെ സ്കൂളുകൾക്കും, നിങ്ങൾ പഠിക്കുന്ന സ്കൂളുകളുടെ പുറത്തും, അല്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ പഠിച്ചെന്ന് വളർന്ന ഒരു കോളേജിലേക്ക് പോയാലും നിങ്ങൾ പഠിക്കുന്ന സ്കൂളിന്റെയും കോളേജിന്റെയും ഒക്കെ മതിൽക്കെട്ടുകൾക്ക് പുറത്ത് ചിലന്തി വല കെട്ടുന്നത് പോലെ ചിലന്തി വല കെട്ടുന്നത് കണ്ടിട്ടില്ലേ? ചിലന്തി അതിനെ ഇരയെ പിടിക്കാൻ വല കെട്ടി കാത്തിരിക്കും. ആ ചിലന്തി വലയിലേക്ക് വന്ന് കുരുങ്ങി വീഴുന്ന ഇരകളെ അത് ആഹാരമാക്കും. അതുപോലെ നിങ്ങളെ കുരുക്കുവാൻ നിങ്ങളുടെ സ്കൂളിന്റെയും കോളേജിന്റെയും മതിൽക്കെട്ടുകൾക്ക് പുറത്ത് വല കെട്ടി ഇത്തരമുള്ള അധമന്മാരായ ആളുകൾ അല്ലെങ്കിൽ അവരുടെ ഏജന്റന്മാർ കാത്തിരിപ്പുണ്ട് എന്നുള്ളൊരു സൂക്ഷ്മത നിങ്ങൾക്ക് ഓരോ സന്ദർഭങ്ങൾ സ്കൂളിലേക്കായാലും കോളേജിലേക്കാവുമ്പോഴും പോകുമ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. എന്താണ് കാരണം? ഇത്തരം അധമന്മാരായ ആളുകൾ നിങ്ങളെ കുരുക്കി ഇതുപോലെയുള്ള വലിയ വിപത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടി കാത്തിരിക്കുന്നു എന്നൊരു ബോധ്യം നമുക്കുണ്ടാകണം. ആ ബോധ്യം നമുക്ക് ഇപ്പോൾ തന്നെ നമ്മുടെ ഈ കുഞ്ഞു പ്രായത്തിൽ തന്നെ നമ്മുടെ മനസ്സിൽ ഉറയ്ക്കണം. അതുകൊണ്ട് സ്കൂളിൽ ചെല്ലുന്ന അവസരത്തിൽ പുറത്തു വന്നുള്ള ആരെങ്കിലും വന്നിട്ട് നമ്മളോട് എന്ത് പ്രലോഭനപരമായ സംസാരം നടത്തിയാലും അല്ലെങ്കിൽ അവരെന്ത് നമുക്ക് നൽകാമെന്ന് പറഞ്ഞാലും നിങ്ങളുടെ അധ്യാപകരോടോ അല്ലെങ്കിൽ രക്ഷകർത്താക്കളോടോ ചോദിക്കാതെ അല്ലെങ്കിൽ അവരുടെ അനുവാദമില്ലാതെ ഇത്തരം ഒരു തരത്തിലുള്ള ഇതുപോലുള്ള നിങ്ങൾക്ക് അത് തരാം ഇത് തരാം ഒക്കെ പറയുമില്ല, അതിലൊന്നും ചെന്ന് വീഴാതെ തീർച്ചയായും മുതിർന്നവരുമായി ഈ വിഷയം അപ്പോൾ തന്നെ അവരെ മുതിർന്നവരെ അറിയിക്കുവാനും അവരുടെ ഉപദേശം തേടുവാൻ നമ്മൾ ശ്രമിക്കണമെന്നുള്ളതാണ് ഈ കുഞ്ഞു മക്കളോട് എനിക്ക് സൂചിപ്പിക്കുക. അല്ലെങ്കിൽ ഇതുപോലെയുള്ള വലിയ വിപത്തിലേക്ക് നിങ്ങൾ ചെന്ന് ചാടുകയും